ജോബ് ചേട്ടാ വീട് പാലയിലാണെന്ന് പറഞ്ഞല്ലോ. ചെറുപ്പം മുതലേ അവിടെയാണ് താമസിച്ചിരുന്നത്? അതെ, പാലായിക്കടുത്ത അടുക്കം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. അവിടെ ഒരു തികച്ചും ഒരു ഉൾഗ്രാമമാണ്. എൻ്റെ വീട് ഇരിക്കുന്ന ഒരു മലയുടെ മുകളിലാണ്. ആ മലയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ഇടിഞ്ഞു പോകുന്ന കാഴ്ചകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഇരിക്കുന്ന ഒരു മലയുടെ മുകളിലാണ്. എൻ്റെ വീടിന് മുമ്പിൽ ഇരുന്ന കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനും മലയാണ്. ഒരു പുറത്തേക്കൊരു മാർഗം ഒന്നും കാണുന്നില്ല. ചുറ്റിനും വലിയ വലിയ മലകൾ മാത്രം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു 3/4 കിലോമീറ്റർ മല ഇറങ്ങി 4.5 കിലോമീറ്ററോളം കൈകുത്തി ചാടി നടന്നെങ്കിൽ മാത്രമേ ബസ് സ്റ്റോപ്പിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും തന്നെ പോയിട്ടുണ്ട്. പക്ഷെ അത്രയും ഒരു വളരെ മോശമായിട്ടുള്ള ഒരു വഴി എൻ്റെ നാട്ടിലല്ലാതെ മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ആസാമിൽ പോലും അത്രയും, കാരണം അതേപോലെ ഉണ്ടക്കല്ലുകൾ മാത്രം പൊങ്ങിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ കൈകുത്തി ചാടി ചെറുപ്പത്തിൽ നടന്നതും പോയി പഠിച്ചതും ഒക്കെ. അപ്പോൾ കൈകുത്തി ചാടുമ്പോൾ എൻ്റെ ഈ ഇടത് കൈ സപ്പോർട്ട് ചെയ്താണ് ഞാൻ നടക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ശരീരഭാരം മൊത്തം ഞാൻ ഇടത് കൈയിൽ താങ്ങിയിട്ട് വേണം നടക്കാൻ. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ 3/4 കിലോമീറ്റർ മല ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കമാണ്. നമ്മളൊന്ന് കൈ തെറ്റിയാൽ ഒത്തിരി തവണ ഞാൻ ഉരുണ്ട് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിലെ നഖങ്ങളൊക്കെ ഈ ഇത്രയും ദൂരം പോരുന്നതിൻ്റെ ഇടയ്ക്ക് പലതവണ ഒത്തിരി പ്രാവശ്യം ഈ നഖങ്ങളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന വഴിക്ക് 6 തോടുണ്ട്. അത് നീന്തിയോ ചാടിയോ കടക്കണം. അത്രയും ദൂരം 6 തോടുകളുണ്ട്. അത് നീന്തിയോ ചാടിയോ കിടക്കാതെ എനിക്ക് അന്ന് അവിടെ പാലമൊന്നുമില്ല. ഇന്ന് സൗകര്യങ്ങളൊക്കെ ആയി, റോഡ് വന്നു. പക്ഷെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലൊന്നും ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏകദേശം 6500ഓളം പ്രാവശ്യം ഞാൻ എണ്ണിക്കൊണ്ട് നടന്നിട്ടുണ്ട്. കൈകുത്തി ചാടിയെങ്കിൽ മാത്രമേ ഈ 3/4 കിലോമീറ്റർ മല ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ എത്താൻ പറ്റുള്ളൂ. ഞാനും കഴുത്തൊപ്പം വെള്ളത്തിൽ ഞാൻ പിടിച്ച് പാറക്കല്ലയിലൊക്കെ പിടിച്ചാണ് ഞാൻ. അപ്പോൾ ഈ വഴിയിൽ വരുമ്പോഴത്തേനും എൻ്റെ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലുങ്കി ഉടുക്കും, ഒരു ബനിയൻ ഇടും. ഫുൾ ഡ്രസ്സ് എനിക്ക് ഇടത്തില്ല. ബിക്കോസ് ഞാൻ നടന്നു വരുമ്പോഴത്തേനും മഴയൊക്കെ പെയ്താൽ ചെളിയൊക്കെ എൻ്റെ തെറിക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുട പിടിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മുട്ടൊപ്പം തെറിക്കുന്ന ചെളി എൻ്റെ ദേഹത്ത് മുഴുവൻ മുഖത്തൊക്കെയാണ് തെറിക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരം ഞാൻ കൈകുത്തി ചാടി നടന്ന് എന്താണേലും 6 തോടിൽ ഇറങ്ങി കയറി കഴിയുമ്പോൾ ഡ്രസ്സ് മൊത്തം നനയും. അപ്പം നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരത്തില്ല. പിന്നെ ഞാൻ അവിടെ അടുക്കത്ത് ബസ് സ്റ്റോപ്പിൽ ഒരു ചായക്കടയിൽ സ്റ്റാഫുകൾ ഡ്രസ്സ് മാറുന്ന സ്ഥലത്തുകൊണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് അവിടെ നിന്നാണ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവിടെ അടുക്കം തോട്ടിൽ വന്ന് കുളിയും കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പിന്നീടാണ് ഞാൻ ബസ്സിൽ കയറി സ്കൂളിൽ കോളേജിലൊക്കെ പോയി പഠിച്ചിരുന്നത്. എൻ്റെ പപ്പ എൻ്റെ ചെറുപ്പത്തിലേ മരിച്ചു. എൻ്റെ 5 വയസ്സിൽ പപ്പ മരിച്ചു. എനിക്ക് അനിയത്തിയുണ്ട്, മമ്മിയുണ്ട്. അനിയത്തി ഇപ്പോൾ SH കോൺവെന്റിലാണ്, സിസ്റ്റർ ആണ്. മമ്മി വീട്ടിൽ തന്നെ. പിന്നെ ഞങ്ങളുടെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ള നാടാണ്. അതെ അതെ, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ അങ്ങോട്ട് പോകും. എനിക്ക് കാറുണ്ട്, കാറും സ്കൂട്ടറും ഉണ്ട്. ഞാൻ തന്നെ ഓടിച്ചാണ് പോകുന്നത്. അത് ഉണ്ട് 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 എൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ എൻ്റെ കാറ് സാൻഡ്രോ കാറാണ്. അത് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അത് ഈ വിരൽ കൊണ്ട് ആക്സിലേറ്റർ നിയന്ത്രിക്കാം, ഈ 2 വിരൽ കൊണ്ട് ബ്രേക്ക് നിയന്ത്രിക്കാം. കൈ മൊത്തത്തിലൊരു അമർത്തിയാൽ ക്ലച്ചാകും. പിന്നെ ഗിയറിൻ്റെ പുറത്താണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതിൽ ഞാൻ വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്.